മക്കളെ റാഹത്തല്ല. എന്താ പറയുക, ഇന്ന് രാവിലെ ഇങ്ങനെ ഇറങ്ങി ഒരു സൈറ്റ്, ചെറിയൊരു പണിയുണ്ട്, ഒരു സൈറ്റ് തുറന്നാണ്ട് അങ്ങനെയൊക്കെ കൂടെ ആയിട്ടുള്ള പണിയുണ്ട്. പിന്നെ നമ്മൾ നാട്ടിലിപ്പോൾ ചൂട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ AC ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ സെൻട്രിങ്ങിലെ തൊഴിലാളികളും സാധാരണ കിണറിലിറങ്ങി പണിയെടുക്കുന്ന തൊഴിലാളികളും സാധാരണ നാട്ടുമ്പുറത്തെ കൂലിപ്പണി എടുക്കുന്ന തൊഴിലാളികളും സാധാരണ തൊഴിലാളികളാണ് രാത്രിയിൽ സ്വസ്ഥമായി അന്തി ഉറങ്ങേണ്ടത്. എല്ലാവരും അന്തി ഉറങ്ങണം. അതിലപ്പുറം നമ്മുടെ സമൂഹവും നമ്മുടെ നാടും നാടിനെയും വളർത്തുന്ന ഒരു വിഭാഗമാണ് സാധാരണക്കാർ. ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പകൽ മുഴുവൻ അവർ വെയിലിൻ്റെ ചോട്ടാണ്. അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് വെയിലില്ലാത്തൊരു സാഹചര്യം ലഭിക്കുന്നത്. അപ്പോൾ AC-ൻ്റെ കമ്പനിക്കാർക്ക് സാധാരണ തൊഴിലാളികളോട് ഒരുപാട് ബാധ്യതകളുണ്ട്. വലിയ പണക്കാർക്ക് നൽകുന്നത് പോലത്തെ AC സംവിധാനം തന്നെ ഏർപ്പെടുത്തരുത് സാധാരണക്കാർക്കും. ഈ കാലഘട്ടത്ത്, ഈ ചൂട് കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ AC എടുക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ്. 800, 900, 1000 രൂപക്ക് ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളി. ഈ സമയത്ത് നിങ്ങൾ AC-ക്ക് വ്യാപകമായി റേറ്റ് കൂട്ടിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്താണ് നിങ്ങൾ സാധനത്തിന് റേറ്റ് കുറയ്ക്കേണ്ടത്. കാരണം അത്രയും കൂടുതൽ ഈ സമയത്ത് കച്ചവടം നടക്കുന്നത് പാവപ്പെട്ട എന്നെപ്പോലത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലത്തെ ഓരോ തൊഴിലാളികളാണ് AC വാങ്ങാൻ നിങ്ങളെ മുന്നിലേക്ക് വെച്ചത്. അവരെ നിങ്ങൾ അതായത് അല്ലെങ്കിലോ ലോൺ എടുത്തും മറ്റും ചെയ്താണ് വീട്ടിൽ AC വെക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യരുത്, AC-ക്കുള്ള റേറ്റ് വ്യാപകമായിട്ട് നിങ്ങൾ കൂട്ടരുത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് KSEB-യോടാണ്. അത് മൊത്തത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്നൊരു വിഷയമാണ്. കറണ്ട് പോകാൻ അവർക്കും ഇഷ്ടമുണ്ടാവില്ല, അവരുടെയും വീട്ടിൽ മക്കൾ അന്തി ഉറങ്ങുന്നുണ്ടാവും. അദ്ദേഹം ഇവിടെ പൊന്മുണ്ട സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കൾ അപ്പുറം വളവന്നൂർ സെക്ഷനിൽ അന്തി ഉറങ്ങുന്നുണ്ട്. അവിടെയും പവർ കട്ട് വരുന്നുണ്ടാവും. പവർ കട്ടില്ലാത്തൊരു രാജ്യം, പവർ കട്ടില്ലാത്തൊരു കേരളം എന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിനു മുമ്പ് കാലങ്ങളിലൊക്കെ പല പദ്ധതികളും ആവിഷ്കരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് AC-യുടെ വ്യാപകമായ വിലയും അതുപോലെ തന്നെ കൂലിപ്പണിക്കാരുടെ ആശ്വാസവുമാണ് രാത്രി സമയത്തെ ഉറക്കം എന്നത്. അതിനൊരു തടസ്സമുണ്ടാകുന്ന ഒരു രീതിയിലും ഒരാളും പ്രവർത്തിക്കരുത്. മാത്രമല്ല, പ്രത്യേകിച്ചൊരു വിഷയം പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ അടിപിടികൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. മനുഷ്യൻ്റെ ശരീരം വെന്ത് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അപ്പം തന്നെ സ്പോട്ടിൽ മരണപ്പെട്ടു പോകാനും മറ്റുള്ളവർക്ക് ജീവിതകാലം ഒരു സുരക്ഷയില്ലാതെ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ തള്ളിയാൽ പോലും ആൾ മരണപ്പെടുന്നൊരു രീതി കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ശരീരം അത്രക്കും മോശം സിറ്റുവേഷനിലാണ്. പഴയ കാലത്ത് തള്ളിക്കഴിഞ്ഞാൽ ആണ് നീങ്ങിപ്പോളൂ, ഇപ്പം ആണ് മറിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു നമുക്കറിയാം, നമ്മൾ ഓരോരോ ശരീരങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അന്തി ഉറങ്ങേണ്ടത് തീർച്ചയായും ആരാണ്? കൂലിപ്പണിക്കാർ നല്ല സ്വസ്ഥതയിൽ അന്തി ഉറങ്ങണം. ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ AC-യോ മറ്റോ എന്തെങ്കിലും ശീതീകരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ അന്തി ഉറങ്ങണം. പകൽ ജോലി ചെയ്യുന്നവർ, ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കഴിയുന്ന രീതിയിൽ ഒരു AC-യോ അല്ലെങ്കിൽ കൂളറോ എന്തെങ്കിലും വെച്ചിട്ട് അന്തി ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഇത്രയും വ്യാപകമായ ചൂടാണ്, രാത്രിയിൽ പോലും ചൂടാണ്. അതിൻ്റെ ചൂട് പിറ്റേന്ന് രാവിലെ വരെ ചൂടാണ്, പിന്നെ രാവിലെയും ചൂട് തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല ഉറക്കം എല്ലാവർക്കും സമ്മാനിക്കാൻ KSEB-യും സന്നദ്ധത കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താണോ സംവിധാനം ചെയ്യുന്നത് അതിനൊരു നല്ല രീതിയിലുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തണം. കാരണം നമ്മളെ തൊഴിലാളികളോട് അടക്കം നമ്മൾ പറഞ്ഞാണെന്ത്, നല്ല ഉറക്കം വളരെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ വെള്ളം കൂടി കട്ടായി തുടങ്ങി.